അമ്മേന്റെ വാവക്ക് എന്നാ അമ്മമ്മ ഉണ്ടാക്കി തരുന്നേ ഇന്ന്? മോക്ക് തിന്നാനായിട്ടില്ല അല്ലേ? മാമനാണ്. മാമനെ കുറച്ച് അവിലും കുറച്ച് എള്ളും കുറച്ച് നിലക്കടല കുറച്ച് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങ ഓപ്ഷനിലാണ്. വെല്ലവും കുറച്ച് ബദാം പരിപ്പും വേണം. ബദാം പരിപ്പ് കുറച്ചുണ്ട്, അതെടുക്കും കൂടി. അവിൽ നല്ലോണം വറുത്തിട്ട് നല്ലോണം വറുത്ത് ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്യാം. അതുപോലെ തന്നെ എള്ളും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ബാക്കി നിലക്കടലെല്ലാം നല്ലോണം കുറച്ച് നല്ലോണം പൊടിയും. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അവിലിട്ടുക ഇട്ടൊന്ന് നല്ല അത് വളരെ ചെറിയ ചൂടിൽ അതിലൊന്ന് ചൂടാക്കിയെടുത്ത് ചൂടായാൽ ഇത് ഇങ്ങനെ പൊടിയും. ഒന്ന് ഫ്രഷ് ചെയ്യുമ്പോൾ അവില് നമ്മൾ പൊതുവെ തേങ്ങയും വെല്ലെല്ലാം ഇട്ട് തിന്നുന്ന സാധനമല്ല, അതുകൊണ്ട് അധികം പ്രശ്നമാണ്. ഭക്ഷണം പോലെ ഒന്നും പൊടിക്കാൻ പാടില്ല. ഇപ്പം തന്നെ പൊടിക്കണം, അല്ലെങ്കിൽ തഞ്ഞാൽ പിന്നെ എള്ള് കുറച്ചിട്ട് കുറച്ച് എള്ളിട്ട് അതിൽ കണക്കുണ്ട്. പിന്നെ 1/2 കിലോന് അവിലാണെങ്കിൽ 1/2 കിലോ എള്ളും അവിലും സമാസമം ഉണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, എൻ്റെ അമ്മ പറഞ്ഞു കേട്ടത്. അമ്മമ്മ അമ്മ പറഞ്ഞതാണ്. എള്ള് അരയാണെങ്കിൽ അവിലും അരയുണ്ടാകണം സമാസമം. ഇത് എങ്ങനെയാ മനസ്സിലാവുക ഇതായി? ഒന്ന് ചൂടാകും ഇതിങ്ങനെ കിടുകിട പൊട്ടുന്ന പോലൊക്കെ ഉണ്ടാവും. വായിലിട്ടാൽ ഒരു അത്രേ വേണ്ട. ഇത് ഇതല്ലേ, ഓൾറെഡി ചീനച്ചട്ടി ചൂടായതുകൊണ്ട് അത്രയും സമയം എടുക്കുമല്ലേ ചൂടാവാൻ? എടുത്തിട്ട് വറക്കുക. നല്ലോണം വറുത്ത് കഴിഞ്ഞാൽ അത് പൊടിച്ചെടുക്കുക. എല്ലാം ചൂടാക്കിയിട്ട് പൊടിക്കലാണ്. ഇത് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ചെറിയ രീതിയിലേ വേണ്ടു. എന്താ വെച്ചാൽ അധികം പൊടിയണ്ട, നമുക്ക് കടിക്കണം തിന്നുമ്പോൾ. ഇനി അവിലൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഇത് അവിലിങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുക്കുക. രണ്ടിടാം. പകുതി ഇട്ടിട്ട് പകുതി പിന്നെ എടുക്കും. ഒന്ന് ക്രഷ് ചെയ്യുന്നുണ്ട്. എള്ള് പൊടിച്ചിട്ട് വെച്ചതിന് ജാറിൽ കടലക്കയും കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ പൊടിച്ചെടുക്കോ? നല്ല എണ്ണയാണ്. കടലക്കൊക്കെ നല്ല എണ്ണയായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പൊടിച്ച് വെച്ച് ഇനി വെള്ളം ചെറുങ്ങനെ പൊടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചേർക്കുക. ഉരുക്കിയാരിത് ഒരു പായസം പോലെ ആണ്ടാന്ന് വെച്ചിട്ട് കുടിച്ചു വെക്കാന്ന് വിചാരിക്കുന്നു. ഈ മുന്തിരിങ്ങ ഓപ്ഷനിലാണോ? മുന്തിരിങ്ങ ഓപ്ഷനിലാണ്. മുന്തിരിങ്ങ ചിലയാൾക്ക് ഇഷ്ടമായാലും ആരും ചില അത് അധികം ഇടുന്നില്ല. ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ഇട്ട് മുന്തിരിങ്ങ ഒന്ന് കടിച്ചോട്ടെ, ഓരോന്ന് തിന്നുമ്പോൾ. മുന്തിരിങ്ങ ഉണങ്ങിയ മുന്തിരിങ്ങല്ലേ. ഇനി വെല്ലവും കൂടി ചേർത്ത് നല്ല ടേസ്റ്റിലാക്കി വെക്കുക. കുറച്ച് പശു നെയ്യ് ഒഴിക്കാവാണെങ്കിൽ പശു നെയ്യ് ഒഴിച്ചിട്ട് ഉരുട്ടി വെക്കുന്ന ആളുണ്ട് കേട്ടോ. പണ്ടെല്ലാം അമ്മയെല്ലാം ഉരുട്ടി വെക്കും. പശു നെയ്യ് നല്ലോണം ഇട്ട് ഓരോ ഉരുണ്ടയാക്കിയിട്ട് ഉരുട്ടി വെച്ചിട്ട് നമ്മളെല്ലാം അത് ഓരോ ഉരുണ്ടയാക്കിയിട്ട് തിന്നു പണ്ട കാലത്ത്. ഇത് ഹോസ്റ്റലിലെ കുട്ടികൾ ദൂരയാത്രയെല്ലാം പോകുമ്പോൾ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് വിശക്കുമ്പോൾ ഒരു സ്നാക്സ് പോലെ കഴിക്കാനുമായി ശരീരത്തിന് നല്ല ഹെൽത്തി ആയ ഒരു സാധനമാണ്. അവിലാണ്, എള്ളാണ്, നിലക്കടലയാണ്, അണ്ടിപ്പരിപ്പാണ്. ഒന്നും മോശമുള്ളതല്ല. അപ്പം കുട്ടികൾക്ക് ശരീരത്തിന് നല്ലത്. പോഹയും അതും ഇതെല്ലാം കഴിക്കുന്ന കുട്ടികൾക്ക് ഇതായിരിക്കും ബെറ്റർ. ക്രഷ് ചെയ്യാം. എന്താ വെച്ചാൽ ഉരിക്കുമ്പം വെള്ളമായിപ്പോ നമ്മളങ്ങനെ ക്രഷ് ചെയ്തതാണ്. ശരിക്കും നമ്മളെല്ലാം ഒലക്കയിട്ടിട്ട് ഉരളിയിലെല്ലാം ഇടിച്ചിട്ടെല്ലാം വെള്ളം ഇടിച്ചിട്ട് ചേർക്കും. എനിക്ക് വെള്ളമൊന്നും എടുക്കാൻ കഴിയായിട്ടാണ് ഞാനിങ്ങനെ ആക്കും. ഇങ്ങനെ ആക്കിയാലും പ്രശ്നമൊന്നുമില്ല. പൊടിഞ്ഞിട്ട് മധുരം വേണമെന്നേ ഉള്ളൂ. അതിന് എല്ലാം ഉണ്ട്. നിലക്കടലേൻ്റെ മധുരം ഉപ്പും എല്ലാം ഉണ്ട്. ഓൾമോസ്റ്റ് വെള്ളം ഉരുക്കിയിട്ടും ഒഴിക്കുന്നതൊക്കെ ഒഴിക്കുക. എല്ലാം നമ്മൾ ക്രഷ് ചെയ്തെന്നേ ഉള്ളൂ. ഒരുക്കിയിട്ട് ഒഴിക്കുക. ഉണ്ടയാക്കിയിട്ട് പശു നെയ്യ് ഇറക്കിയിട്ട് ഉണ്ടയാക്കി വെക്കുന്ന ആളും ഉണ്ട്. അങ്ങനെയാ പണ്ട് കാലത്ത് അമ്മേനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്.
ഉണ്ടയാക്കിയിട്ടും വെക്കാം. ഇത് കുറേശ്ശെയായിട്ട് എടുത്ത് തിന്നാനെല്ലാം നല്ല ടേസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ എല്ലാം പശു നെയ്യ് ഒഴിച്ചിട്ട് ഉണ്ടയാക്കുന്നില്ലെങ്കിൽ കുറച്ച് പശു നെയ്യ് ഒഴിച്ച് ഉണ്ടയാക്കി വെച്ച് കഴിഞ്ഞാൽ കേടായി പോവുകയില്ല. പശു നെയ്യ് ഒഴിച്ച് ഒരുപാട് കാലം വെക്കുമ്പം കേടായി പോകുന്നതാണ്. അധികം പശു നെയ്യ് ഒഴിച്ചിട്ടങ്ങനെ ഒരുപാട് സാധനം വെക്കാം. അങ്ങനെയും ചെയ്യാം. കുറച്ചായി ഹോസ്റ്റലിലേക്കെല്ലാം കൊണ്ടുവന്ന് വരിക്കും ഇങ്ങനെ നല്ല ഡബ്ബയിലാക്കിയിട്ട് കൊണ്ടുപോയാൽ കുറേ ദിവസം വിശക്കുമെല്ലാം കുറച്ച് തിന്നും. ഇന്ത്യ ശരീരം തോന്നുന്നതാണ്. ഹെൽത്തി ഫുഡായിട്ട് കഴിക്കാം. എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്തുണ്ട്. നിലക്കടലയുണ്ട്, അണ്ടിപ്പരിപ്പുണ്ട്, ബദാം പരിപ്പുണ്ട്, പിന്നെ മുന്തിരിങ്ങ നമ്മൾ ചേർത്തിന്, ഇങ്ങനെ നമ്മൾ തവില്, എള്ള്, ഇത്രയും സാധനമുണ്ട്. തിന്നാൽ നല്ല ശരീരത്തിന് എല്ലാ സാധനവും ഉണ്ട്. ശരീരത്തിന് നല്ല ഹെൽത്തിയാണ്. ഒന്നും വേറെ ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങി കഴിക്കുന്ന സാധനങ്ങളില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് അവില് നല്ല ശരീരത്തിന് നല്ല, എള്ള് നല്ല, നിലക്കടലയാണ് പിന്നെ ഉള്ളത്. ഹെയറിന്, സ്കിന്നിന് എല്ലാം ഗുണമുണ്ടാകും. എൻ്റെ മോ കഴിച്ചിരിക്കണം. ഓള് പൂനെയിലാണ്. ഓക്കൊന്നും ഭക്ഷണം അവിടെ മര്യാദക്ക് ഉള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ഓക്ക് വിശക്കുമ്പോൾ നല്ലത് തിന്നാൻ വെറുതെ ഇരിക്കുമ്പോൾ കുറേശ്ശെ എടുത്ത് കഴിക്കാറ്. ഇങ്ങനെയാക്കി വെച്ചത്. ഇവിടെ മധുരയിലുള്ളത് ഞാൻ കണക്കായ വെല്ലെല്ലാം ചേർത്തോണ്ട് ഇവിടെ മധുരം കണക്കായിട്ടുണ്ട്. എല്ലാവരും ഇത് അറിയായിരിക്കും, ചില ആൾക്കാർ അറിയില്ലായിരിക്കും. എന്നാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.